ரொம்ப நேரம் மழையில் நனைஞ்சு தான் பார்க்கறதுக்கு வந்திருக்கோம் சாமியை. நல்ல மழை சாமி, இங்கே நல்ல மழை, நல்ல இது பண்ணுறேன். നല്ല മഴ ഉണ്ടാകുന്നു, നല്ല തണുപ്പുണ്ടാകുന്നു, ആളുണ്ടാകുന്നു, തിരക്കുണ്ട്. അപ്പം താഴെയാണ് വെയിറ്റ് ചെയ്യുന്നത്. കനത്ത മഴയിലാണ് സന്നിധാനവും പരിസര പ്രദേശങ്ങളും. ദർശന സാധ്യത തേടി നിരവധി ഭക്തർ ഈ കനത്ത മഴയെ അവഗണിച്ചും ദർശനത്തിനായി ശബരിമല സന്നിധാനത്ത് ഉണ്ട് എന്നുള്ളതാണ്. വലിയ നടപ്പന്തലിലും അതേപോലെ തന്നെ ക്യൂ കോംപ്ലക്സുകളിലും ഫ്ലൈ ഓവറിലും വലിയ നിരയുണ്ട്. സന്നിധാനത്ത് നിന്ന് ഇറങ്ങി വലിയ ക്യൂ കോംപ്ലക്സ് വഴി എത്തുന്ന ഭക്തരൊക്കെ തന്നെ മഴ നനഞ്ഞു നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ 5 മണി മുതൽ കനത്ത മഴയാണ് സന്നിധാനത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴൊരു അല്പം ആശ്വാസമുണ്ടെങ്കിലും മഴ ചെറിയ രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട് എന്നുള്ളത്. എന്തായാലും ഒരു ദിവസം ശരാശരി എത്തുന്നത് 80,000 പേരാണെന്നുള്ളതാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച 1,10,000-ഓളം ഭക്തരെത്തിയതായിരുന്നു ഈ ആഴ്ചത്തെ ഏറ്റവും ഉയർന്ന ഭക്തജന തിരക്ക് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിലും കനത്ത തിരക്ക് ശബരിമലയിൽ തുടരുകയുമാണ്. അതിനിടയ്ക്കാണ് ഇന്നിപ്പോൾ വൈകിട്ട് കനത്ത മഴ പെയ്യുകയും ആ മഴയും അവഗണിച്ചുകൊണ്ട് വലിയ രീതിയിൽ തന്നെ ഭക്തജനത്തിരക്ക് സന്നിധാനത്ത് തുടരുന്നതെന്നുള്ളതാണ്. എന്തായാലും വലിയ നടപ്പന്തലിൽ വലിയ രീതിയിൽ തന്നെ വലിയ ക്യൂ രൂപപ്പെട്ടിട്ടുണ്ട്. വലിയ നടപ്പന്തൽ പിന്നിട്ടും ക്യൂ തുടരുന്നു എന്നുള്ളതാണ്. ക്യൂ കോംപ്ലക്സുകളെല്ലാം പൂർണ്ണമായ നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇന്നിപ്പോൾ നിലവിൽ ദർശനം നടത്തിയിരിക്കുന്നത് 70,000-ഓളം അടുപ്പിച്ച് ഭക്തരാണ്. 12 മണി മുതൽ തന്നെ ഈ ദർശനത്തിനുള്ള സൗകര്യങ്ങൾ തുടങ്ങിയിരുന്നു. 12 മണിക്ക് തന്നെ ഭക്തരെ 18-ാം പടി ചവിട്ടാൻ അനുവദിച്ചിരുന്നു. തുടർന്ന് 3 മണിയോടുകൂടി തന്നെ നട തുറന്ന സമയം മുതൽ തന്നെ വലിയ തിരക്ക് നടക്കൽ അനുഭവപ്പെടുന്നുണ്ട്. മാത്രമല്ല വലിയ നടപ്പന്തൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ തിരക്ക് തുടരുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ക്യൂ വലിയ രീതിയിൽ തന്നെ ഉണ്ടെങ്കിലും വളരെ വേഗത്തിൽ 1 മണിക്കൂറിനകത്ത് തന്നെ ക്യൂ നീങ്ങി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്തർക്ക് സുഖദർശനത്തിനുള്ള സാഹചര്യങ്ങളെല്ലാം നിലവിലുണ്ട്. എന്തായാലും കനത്ത മഴ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഭക്തരുടെ എണ്ണത്തിലൊക്കെ വലിയ ഗണ്യമായ വർധനവുണ്ടെങ്കിലും അതിവേഗം തന്നെ നീങ്ങുന്നുണ്ട് ക്യൂ ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ വലിയ സുഖദർശനം നേടിയ സാഹചര്യത്തിലാണ് ഭക്തർ മടങ്ങുന്നത്.